ഒരു സുപ്രഭാതത്തിൽ നാളെ തൊട്ട് ടെസ്റ്റ് പരിഷ്കരിച്ചിരിക്കുക എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊന്നും ഒതുക്കിയിട്ടില്ല. എങ്ങനെ പഠിപ്പിക്കണമെന്ന് പോലും ഇതുവരെ ഇത് വന്നിട്ടില്ല. എന്നിട്ട് 120 പേർക്ക് ടെസ്റ്റിന് കൊടുത്തിട്ട് ഇപ്പോൾ 30 കുറച്ചിരിക്കുക. പലരും ലേണേഴ്സൊക്കെ എടുത്ത് ടെസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നെ നരേന്ദ്രമോദി ഒരു ദിവസം സുപ്രഭാതത്തിൽ 2000 നോട്ട് പിൻവലിച്ചതുപോലെ നമ്മളെ മന്ത്രിയും അതേ ഒരു തീരുമാനത്തിലാണ് നാളെ തൊട്ട് നടപ്പിലാക്കണം. അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയിട്ടില്ല. ഈ സർക്കാരിന് ഏകദേശം ഒരു വ്യക്തി 1500 രൂപ പൈസ അടച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നത്. സർക്കാരിന് വരുമാനമുള്ളതാണ്. സാധാരണ കേന്ദ്ര നിയമം അനുസരിച്ച് മോട്ടോർ നിയമം അനുസരിച്ച് ലേണേഴ്സ് എടുത്ത് 30 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്താമെന്ന്. ഇപ്പം 30 ദിവസം കഴിഞ്ഞാലും ഡേറ്റ് കിട്ടത്തില്ല, 60 കഴിഞ്ഞാലും കിട്ടത്തില്ല, 90 കഴിഞ്ഞാലും കിട്ടത്തില്ല. 6 മാസം ആകുമ്പോഴാണ് ഡേറ്റ് കിട്ടുന്നത്. അത് ഇല്ല, ഒന്നുമില്ല, ഒരു സ്ഥലത്തുമില്ല. ആ സമയം എടുക്കും. ആ സമയം എടുക്കുന്നവരെ നമുക്ക് സാവകാശം പഴയതുപോലെ നടക്കണം. അതേ ഉള്ളൂ. പരിഷ്കാരത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ അതിനുള്ള സാവകാശം വേണ്ടേ? ഇപ്പോൾ 2000 നോട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് പിൻവലിക്കുക. എത്ര പേര് കിടന്ന് പ്രതിഷേധിക്കാനല്ലേ പറ്റൂ. അധികാരികളെ ഞങ്ങൾ സഹായിക്കണ്ടേ? പ്രതിഷേധം തുടരും. അധികാരികളെ ഞങ്ങളെ സഹായിക്കുന്നവരെ അവർക്കെതിരല്ല ഞങ്ങൾ. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല. അതിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം. ഒരുക്കിയിട്ട് അതിനുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തതിന് ശേഷം ടെസ്റ്റിന് കയറാനൊക്കൂ. ഇത് അശാസ്ത്രീയമായ ഒരു പരിഷ്കാരമാണ്. അതുകൊണ്ട് ഒരു സാവകാശം കിട്ടണം. നമുക്ക് സാവകാശം കിട്ടണം. ഒരു വർഷത്തേക്ക് നിങ്ങൾ ഒരു വർഷത്തിനായി ഇത് ഇന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞാൽ എടുക്കാം. മറ്റ് ജില്ലകളിലൊക്കെ ഇതൊരു ഫെസിലിറ്റീസ് ഉണ്ടോ? ഇല്ല, എങ്ങുമില്ല. സർക്കാർ നിർദ്ദേശിച്ച ഫെസിലിറ്റീസ് എവിടെയില്ല. ഇവിടെയില്ല. ആയി വരാൻ സമയമെടുക്കും. സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ ഫലം കണ്ടെത്തി അവർ ഈ സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇത്രയും ലക്ഷം രൂപ ചെലവാക്കി ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് സർക്കാരാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളല്ല ഇത് ചെയ്യേണ്ടത്. സർക്കാർ ഇതിന് വേണ്ട ഫലം കണ്ടെത്തി അതിനുള്ള ട്രാക്ക് അടിച്ച് അതിനുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി ആ സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പിള്ളേരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി നമുക്ക് അതിനകത്ത് കൊണ്ടുവന്ന് ചെയ്യാം. നിലവിൽ ഇവിടെ എവിടെയും ഈ ഒരു സംവിധാനം ഇല്ല. കേരളത്തിലെങ്കില്ല. അപ്പം നിങ്ങൾ ഈ ഇതാകുന്നവരെ നിങ്ങൾ പ്രതിഷേധിക്കും? ഞങ്ങൾ തീർച്ചയായും പ്രതികരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇപ്പം നിലവിൽ പഴയപടിയല്ലേ നടക്കത്തുള്ളൂ. കാരണം പുതിയ ട്രാക്ക് കേരളത്തിലും കൊല്ലത്തുമില്ല, തിരുവനന്തപുരത്തുമില്ല, ഒരു സ്ഥലത്തുമില്ല. അപ്പം ഈ സാറുമാർ വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ പുതിയ ട്രാക്ക് നിലവിൽ വന്നിട്ടില്ലല്ലോ. ഈ പഴയ രീതിയിൽ തന്നെ അല്ലേ ടെസ്റ്റ് നടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പഴയ രീതിയിൽ തന്നെ തുടങ്ങിയാൽ മതി. പക്ഷേ നമുക്ക് ഫ്ലോട്ട് ഇട്ടിടണം. കാരണം ഇവരിപ്പോൾ ഫ്ലോട്ട് ഇടുന്നില്ല. കാരണം 6 മാസം ലേണേഴ്സ് എഴുതി നിൽക്കുന്ന ഓരോരുത്തരും 5 മാസമായപ്പോൾ ഫ്ലോട്ട് തീരാറായി. അവർ 30 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഓൾറെഡി ഫ്ലോട്ട് തീരാറായി. ഒരു വ്യക്തിക്ക് 1500 രൂപ ഫീസ് അടച്ച് ലേണേഴ്സ് എടുത്ത ഒരു വ്യക്തി 5 മാസമായിട്ടും അവർക്ക് ഫെയിലായവർക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ആ ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി 1 മാസം കൂടെ കാത്തിരിക്കണം. ഈ 1 മാസം കാത്തിരുന്നാലും ഇവർ ഫ്ലോട്ട് ഇടുന്നില്ല. ഇവർ ഓൾറെഡി മെയ് മാസത്തെ ഫ്ലോട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ജൂൺ തൊട്ട് അങ്ങോട്ടുള്ള ഫ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയ് മാസം മൊത്തവും ഫ്ലോട്ട് കിടക്കുന്നത് മൊത്തവും ഇവർ പച്ച അടിക്കാതെ നിർത്തിവെച്ചിരിക്കുകയാണ്. മെയ് മാസം ഓൾറെഡി ഇപ്പോൾ ഈ 30 വെച്ച് ചെയ്താൽ കൂടി പോലും ഇനിയും ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റും. ആ ഫ്ലോട്ട് അവർ ഓപ്പൺ ചെയ്യുന്നില്ല. ഈ ജൂൺ മാസം ജൂലൈ മാസമാണ് നമുക്കിപ്പോൾ ഈ ഫ്ലോട്ട് കിട്ടുന്നത്. ആ ജൂലൈ മാസം ആകുമ്പോഴത്തേനും ഈ മന്ത്രി കാണാനുള്ള, നിങ്ങളുടെ ജില്ലയിലുള്ള മന്ത്രിയാണ്, മന്ത്രിയെ കാണാനുള്ള എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്തി? ഞങ്ങൾ മന്ത്രിയെ കാണാനായിട്ടല്ല, ഞങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയായിട്ടല്ല, ഞങ്ങൾ അസോസിയേഷൻ എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് മന്ത്രിയെ കാണാനുള്ളൊരു തീരുമാനം ഇന്ന് 5 മണിക്ക് എടുക്കും. എടുത്തിട്ട് എന്നാന്നുള്ളത് നിങ്ങളെ അറിയിക്കാം.